ഗുരുവായൂർ ക്ഷേത്രത്തിലെ താമരക്കണ്ണൻ ഒരു തരത്തിൽ ഒരു കൂട്ടം. താമരക്കണ്ണന്റെ ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. അത് എന്താണെന്നറിയണ്ടേ? വിൽവമംഗലം സ്വാമിയാർക്ക് ഗുരുവായൂരപ്പൻ പ്രത്യക്ഷനാണല്ലോ. ഒരു ദിവസം രാത്രി അദ്ദേഹം കണ്ണനെ ഓരോ ഭാവത്തിലും രൂപത്തിലും ഒക്കെ സ്തുതിക്കാൻ തുടങ്ങിയിട്ടോ. ഏതേത് രൂപത്തിൽ സ്മരിക്കുന്നുവോ ആ രൂപങ്ങളിൽ കണ്ണൻ സ്വാമിയാർക്ക് ദർശനം കൊടുത്തുകൊണ്ടേയിരുന്നുട്ടോ. സ്വാമിയാർ താമരയിൽ ഇരിക്കുന്ന കണ്ണനായി സ്തുതിക്കാൻ തുടങ്ങി. സ്തുതി കഴിഞ്ഞതും സ്വാമിയാർ കണ്ണനെ നീട്ടി വിളിച്ചു. താമരക്കണ്ണ എന്ന്. കണ്ണൻ താമരയിൽ തൃക്കൈ വെണ്ണയോടുകൂടി ഇരിക്കുന്ന ദർശനം നൽകി കളി തുടർന്നു. രാവിലെയായി. തിരുനട തുറക്കാൻ സമയമായി. കണ്ണൻ നോക്കിയപ്പോ മേൽശാന്തി അതാ വരുന്നു. എങ്ങനെയെങ്കിലും ശ്രീകോവിലിനുള്ളിൽ കടക്കണമല്ലോ. കണ്ണൻ അമ്പലത്തിലേക്ക് ഓടി. പിന്നാലെ സ്വാമിയാരും. അപ്പോഴേക്കും മേൽശാന്തി എത്തി. ഉള്ളിലേക്ക് കയറാൻ നോക്കിയപ്പോൾ വാതിൽ താക്കോലിട്ട് തുറക്കാൻ പോകുന്ന മേൽശാന്തിയെയാണ് കണ്ടത്. അവൻ വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഉള്ളിൽ കയറണമെന്ന് കരുതിയ കണ്ണൻ വടക്കേ ചുമരിലൂടെ, മണിക്കിണറിന് സമീപമുള്ള ചുമരിലൂടെ ഉള്ളിൽ കയറി. ഹരേ കണ്ണന്റെ ലീല. ആ സമയത്ത് താമരപ്പൂവിലിരിക്കുന്ന ബാലരൂപത്തിലായിരുന്നു കണ്ണൻ. ആ രൂപത്തിൽ ആ ചുമരിൽ പതിഞ്ഞാണ് ഉള്ളിൽ പ്രവേശിച്ചത്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന സ്വാമിയാർ പിറ്റേ ദിവസം തന്നെ ആ ചുമരിൽ പതിഞ്ഞ ഭാവത്തെ രൂപത്തെ ആൾക്കാരുടെ സഹായത്താൽ ചുമരിൽ പറഞ്ഞുവന്നത്. ഈ ചിത്രം കാണാൻ കൊതിച്ചുവന്ന ഒരു കൃഷ്ണഭക്തയുടെ അനുഭവമാണ്. 2 ദിവസം അവിടെ താമസിച്ചു തൊഴുവാൻ എത്തിയപ്പോൾ കണ്ണ ഒരു തരത്തിൽ വൈകിട്ടുമൊക്കെയായി പലതവണ ഗുരുവായൂരപ്പനെ തൊഴുതു. എങ്കിലും തിരക്കു കാരണം താമരക്കണ്ണന്റെ ചിത്രം എവിടെ കണ്ടുപിടിക്കാനോ തൊഴാനോ സാധിച്ചില്ല. ഒടുവിൽ ദർശനം തരണമെന്മനസുരുകി പ്രാർത്ഥിച്ചു. നാമം ചൊല്ലിക്കൊണ്ടു നടന്നു. കണ്ണനെ തൊഴുതു നടക്കുന്ന നേരം ശീവേലി ആവാറായതിനാൽ ആൾക്കാരെ പെട്ടെന്ന് പുറത്തിറക്കുകയായിരുന്നു. ദേവസ്വം ബോർഡ് ജീവനക്കാർ അന്നൊരു ലേഡി സ്റ്റാഫായി വരുന്നു. ഉള്ളിൽ തൊഴുതു പുറത്തിറങ്ങാൻ ഏതോ ഒരു പ്രായമായ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ അവരുടെ കൂടെ ഇത്തിരി കറുത്ത് ഉരുണ്ട ഒരു ചെറിയ പേരക്കുട്ടിയും. ഈ കുട്ടി സ്വർണ്ണക്കസവുമുണ്ടുടുത്ത് മണിമാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഉണ്ണിക്കൊരേ വാശിത്ര മണിക്കിണറിനരികിലെ ഗേറ്റിലൂടെ അപ്പുറത്ത് പോകണം. മുത്തശ്ശനും മുത്തശ്ശിയും കഷ്ടത്തിലായിട്ടോ. അവസാനം പെട്ടെന്ന് ഗേറ്റ് തുറന്ന് തൊഴാൻ സ്റ്റാഫ് സമ്മതിച്ചു. ഗേറ്റ് തുറന്നതും ഈ കുഞ്ഞിക്കുറുമ്പ് നോയിട്ടി ചുമരിൽ പോയി ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്, ദേ നോക്കിയേ കണ്ണൻ ദാ താമരപ്പൂവിലിരിക്കുന്നെന്ന്. ആ ഭക്തയുടെ മനസ്സിലെ വികാരപ്പെരുമഴ ഒന്നോർത്ത് നോക്കൂ. കാണാനാഗ്രഹിച്ച കണ്ണന്റെ രൂപത്തെ കണ്ണൻ തന്നെ കാട്ടിക്കൊടുത്തു. ഒരു ചെറിയ ഇരുണ്ട മണിമാലയിട്ട ബാലക്കുറുമ്പൻ. ആ അമ്മ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു. അത് കണ്ണനല്ലാതെ വേറാരാണ്? അഹോ ഭാഗ്യം, അഹോ ഭാഗ്യം. വാക്കുകളില്ല കണ്ണ. നീ തന്നെ വന്ന് നിന്നെ കാട്ടിക്കൊടുത്ത അനുഭവം ടോ. കണ്ണൻ എന്നും ശുദ്ധഭക്തരുടെ കൂടെ ലീലകളാടി സന്തോഷിക്കുന്നു. നമുക്കും ആ കണ്ണനെ തൊഴാനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പന് നൽകട്ടെ. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.